ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ജീവിത പ്രതിസന്ധി അസാധാരണമായ നിലയിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർണ്ണമായും തകർത്ത് കളയുമോ? ഒരു ദൈവ പൈതൽ ചോദിക്കുന്ന നെടുവീർപ്പിൻ്റെ ചോദ്യമാണ്. ഉള്ളു കീറുമ്പോൾ ഉയരുന്ന മാനസിക സംഘർഷത്തിൻ്റെ ചോദ്യമാണ്. എന്നാൽ ഉത്തരം ഒരിക്കലുമില്ല. അതിപ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ, ഒന്ന്, സഹോദരന്മാർ ജോസേഫിനെ വിറ്റതും അതേ തുടർന്ന് സംഭവിച്ച പ്രതിഭാസങ്ങളും, കാരാഗൃഹത്തിലും കുണ്ടറയിലും കഴിഞ്ഞതും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്തില്ലെങ്കിൽ രാജാവും ഹാമാനും ഒരുമിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ മൊർദെഖായിയെ സംബന്ധിച്ചും എസ്തേറിനെ സംബന്ധിച്ചും യഹൂദ വംശത്തെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർണ്ണമായി തകർക്കുവാൻ മുഖാന്തരമായില്ലെങ്കിൽ ഈ പ്രതിസന്ധി ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ പര്യാപ്തമാകില്ല. 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഈ വസ്തുതയിൽ ഗ്രഹിക്കുക. ഒന്ന്, സഹോദരന്മാർ ഒരുമിച്ച് അതിശക്തമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടും രാജസദസ് മുതൽ കീഴ്ത്തലമുറ വരെ, സമൂഹം വരെ അതിശക്തമായ പദ്ധതികൾ മൊർദെഖായിക്കും എസ്തേറിനുമെതിരെ തയ്യാറെടുത്തിട്ടും അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്തില്ലെങ്കിൽ നമുക്കെതിരെ ഉണ്ടാകുന്ന അതിഭയങ്കരമായ കൂട്ടുകെട്ടുകൾ ഒന്നും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാൻ പര്യാപ്തമാകുകയില്ല. രണ്ടാമത്തേത്, വാഗ്ദത്തത്തിനും വാഗ്ദത്ത നിവർത്തിക്കും ഇടയിൽ നാം അഭിമുഖീകരിക്കുന്ന കാലതാമസത്തിലെ കഷ്ടത അത് തകർച്ചയല്ല, അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ദൈവത്തിൻ്റെ ഒരുക്കിയെടുക്കൽ മാത്രമായിരിക്കും. 13 നീണ്ട വർഷത്തെ ജീവിത ശോധനകൾ ജോസേഫിന് അനുഭവിക്കേണ്ടി വന്നത് ആ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്തയിലെ ദൈവിക ദൂത് ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ ഗാഢതയ്ക്ക് തത്തുല്യമോ അതിനേക്കാൾ വലുതുമായി സന്തോഷിപ്പാൻ നാളെ ദൈവം വാഗ്ദത്ത നിവൃത്തിയിൽ കാര്യങ്ങൾ എത്തിച്ച് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ പൂർണ്ണമാക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, എസ്തേറിനും മൊർദെഖായിക്കുമെതിരെ ഹാമാൻ തയ്യാറാക്കിയ ആ ഭീകരമായ ദുരന്ത ദിവസത്തെ ദൈവം ഉത്സവ ദിവസമാക്കി മാറ്റിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ അഭിമുഖീകരിക്കുന്ന അസാധാരണ പ്രതിസന്ധിയെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കഴിയുമ്പോൾ സന്തോഷ ദിനമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആ സർവാധികാരത്തിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.